ഇപ്പൊ ജയറാമിനെ വരെ ചോദ്യം ചെയ്യാനിൽ നിന്ന് ജയറാം എന്ത് കുറ്റം ചെയ്തു? അല്ല, ജയറാമൻ ഒരു സാക്ഷിയായിട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാമല്ലോ. അല്ല, ജയറാമൻ അല്ല, ശരി, അതെ, കട്ടളപ്പാടികൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു എന്നുള്ളതാണ് ഒരു സാധാരണ ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. ആരുടെ ചോദ്യത്തിൽ? ഈ ഇവർ രണ്ടുപേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചോദ്യം ചെയ്യലിൽ നിന്നുള്ള മനസ്സിലാക്കുന്നത്. അതായത് കട്ടളപ്പടിയും അല്ലെങ്കിൽ ദ്വാരപാളയും ഇളക്കിക്കൊണ്ട് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു. അതെ, പല വീടുകളിലും അതിൽ ജയറാമിനെ സാക്ഷിയാക്കി. കോടതിയിൽ വരുമ്പോൾ ഇത് എങ്ങനെ വരും എന്നറിയാം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും എന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതാണ് പിന്നെ ഞാൻ റെഡ് ഹെറിംഗ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ്. അത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി പൂജിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, അതാണ് എല്ലാവരും വന്ന് തൊഴുതു. അത് കടൽ കടന്നു പോയി, ഒറിജിനൽ സാധനങ്ങൾ കടൽ കടന്നു പോയി. അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ, ഇവന്മാര് ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ. പിന്നെ SIT വഴിതെറ്റിക്കാനുമാണ്. അപ്പോൾ SIT ഇതിൻ്റെ പുറകെ അതാ SITക്ക് ബുദ്ധിയില്ലെന്നൊന്നും ഞാൻ പറയില്ല. ഹീ ഈസ് എൻ എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ് കേപ്പബിൾ ഓഫീസർ. ശശിധരനും എൻ്റെ ജൂനിയർ ഓഫീസർ ആണെങ്കിലും ശശിധരനും ഈക്വലി കേപ്പബിൾ ആണ്, വെങ്കടേഷ് സാറും ഈക്വലി കേപ്പബിൾ. അതിനൊന്നും ഒരു കോമ്പറ്റൻസിനൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് എനിക്ക് വെങ്കടേഷ് സാർ നന്നായിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അൺകോൺസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു ഡിലേ ഉണ്ട്. ആ ഡിലേ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡിലേ. ഇവരെല്ലാം നശിപ്പിക്കുകയാണ് എവിഡൻസ്. തീർച്ചയായിട്ടും സമ്മതിച്ചു. എന്നെ സാധാരണക്കാർക്കുള്ള ഒരു സംശയം അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ, ഇടപെടാൻ പറ്റുമോ ഈ അന്വേഷണത്തിൽ? നല്ല ഉഗ്രൻ ചോദ്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. എല്ലാ മീഡിയയിലും നമ്മൾ കാണുന്നു, ഇലക്ട്രോണിക് ആസ് വെൽ ആസ് പ്രിന്റ് മീഡിയയിലും. ഇതൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ വല്ലതൊക്കെ പറയണം, സൂക്ഷിച്ചോണം. ഹൈക്കോടതി ഇവിടെ നിൽപ്പുണ്ട്, ഹൈക്കോടതി വടിയായിട്ട് നിൽക്കുകയാണ് എന്ന്. നമ്മുടെ ഈ രണ്ട് സിസ്റ്റമാണ് ചന്തു നായർ നമുക്ക് ലോകത്തിൽ ലീഗൽ സിസ്റ്റം ഉള്ളത്. കോണ്ടിനെൻ്റൽ ലോ സിസ്റ്റം, അത് യൂറോപ്പിലും USA പകുതിയും. അവിടെ ദ ട്രയൽ ജഡ്ജ്, പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജ്. ഇപ്പോൾ ഈ ക്രൈം ഇപ്പോൾ ഈ SIT ചെയ്യുന്നതെല്ലാം ഫ്രാൻസിലാണ്. ഇപ്പോൾ നമ്മുടെ ലൂർദ് മ്യൂസിയത്തിൽ അത് അന്വേഷിക്കുന്നത് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജുമാണ്. നോ പോലീസിൻ്റെ അടുത്ത് നീ അവിടെ പോയി അത് ലൈൻ കെട്ട്, പോലീസ് ലൈൻ കെട്ട്, ആ സാധനം എടുത്തോണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജും പ്രോസിക്യൂട്ടറും പറയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ് പോലീസിൻ്റെ പണി.